നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ. എത്ര സൂപ്പറാണെന്നറിയാമോ. എൻ്റെ മോളുടെ ഡ്രോയിങ്സ് ആണ് കേട്ടോ ഇത് ഗ്ലോബൽ ആർട്ട് എന്ന് പറയുന്ന ഒരിടത്ത് പോയിട്ട് ഇവള് നന്നായി ഡ്രോ ചെയ്യുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്തതാണ്. പക്ഷേ അവിടെ ബേസിക്സ് ആണ് പഠിപ്പിക്കുന്നത് പറഞ്ഞാൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് അത് സ്റ്റോപ്പ് ചെയ്തത്. വീക്കിലി വൺസേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു 3-4 മന്ത്സ് പോയി, അത്ര തന്നെ. അതിനുശേഷം ഇതെല്ലാം അവൾ ഓരോ കാർട്ടൂൺസിനെ നോക്കി 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 ഡ്രോ ചെയ്തതാണ്. വെനസ്ഡേ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, ഫേമസ് ആയിട്ടുള്ള വെനസ്ഡേ ആണിത്. അതിനുശേഷം പിന്നെ നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഉള്ളൊരു കുട്ടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെയും ഇതുപോലെ തന്നെ വീക്ക്ലി 1-2 ഡേയ്സ് 3 ഡേയ്സ് അങ്ങനെ ഉണ്ടാവുള്ളൂ. അവിടെയും 3-4 മന്ത്സ് പോയി സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ആൾ നന്നായി ഡ്രോ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു ഗൈഡൻസ് കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ ക്ലാസ്സിന് വിട്ടത്. മോച്ചിയെ കൂടെ അവൾ വരച്ചിരിക്കുന്നു. അപ്പോൾ അവളുടെ ഡ്രോയിങ്സൊക്കെ അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. നമ്മൾ വേണമല്ലോ നമ്മളെ കുട്ടികളെ എൻകറേജ് ചെയ്യാനും അപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ. ഇതൊക്കെ റീസെൻറ്റ് ഡ്രോയിങ്സ് ആണ് കേട്ടോ. ലാസ്റ്റ് വൺ ഇതാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രോയിങ് ആണ്. ഇതൊരു 5th ക്ലാസ് കുട്ടി വരച്ചതുപോലെ തോന്നുകയില്ല ഡ്രോയിങ്സ് കാണുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ അവൾക്ക് ആർട്ടിൻ്റെ കൂടെ ക്രാഫ്റ്റും നന്നായി ചെയ്യും. ഡ്രാഗൺസ് ആണ് ഫേവറേറ്റ്. ഡ്രാഗൺസ് എങ്ങനെയാണെന്ന് നോക്കൂ. അത് വായ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഡ്രാഗൺസ് ആണ്. വലിയ സൈസും ഡിഫറൻറ്റ് സൈസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.